വാർത്തകളിലേക്ക് വിശദമായി പോകാം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. കൊച്ചിയിലും കണ്ണൂരിലും തിരുവനന്തപുരത്തു നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി. സൂര്യ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അധികൃതർ നൽകുന്ന ഒരു അനൗദ്യോഗിക വിശദീകരണം? ലിബീഷ്, ഈ സംഭവത്തെ തുടർന്ന് ഇതുവരെ എയർ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെയോ അധികൃതർ വേണ്ട രീതിയിലുള്ള വിശദീകരണം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി പോവേണ്ടിയിരുന്ന സർവീസുകളാണ് യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ റദ്ദാക്കിയത്. തികച്ചും 1 മണിക്കൂർ മുമ്പൊക്കെയാണ് പലർക്കും സർവീസുകൾ റദ്ദാക്കിയെന്ന വിവരം ലഭ്യമായത്. അതോടെയാണ് യാത്രക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ ഇന്നിപ്പോൾ സർവീസ് എന്തായാലും നടക്കില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരാഴ്ചക്കകം അടച്ച തുക റീഫണ്ട് ചെയ്യാം എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അതായത് നാളെയൊക്കെ തന്നെ വിസ കാലാവധി തീരുന്ന നിരവധി യാത്രക്കാരാണ് ഈ കൂട്ടത്തിലുള്ളത്. കൂടാതെ വളരെ വലിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് ജോലിയിൽ കയറുന്നത് ഉൾപ്പെടെ ഈ രോഗം ബാധിച്ച് കിടക്കുന്ന ബന്ധുക്കളെ കാണാനും ശുശ്രൂഷിക്കാനും പോകുന്നവരുൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞ് റിഫണ്ട് കിട്ടുകയല്ല, എത്രയും പെട്ടെന്ന് തന്നെ അവർ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മസ്കറ്റ്, ഷാർജ ഒക്കെ എയർലൈൻസുകളാണ് ഈ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഈ നാളെ വിസ കാലാവധി കഴിയുന്നവർക്കൊക്കെ തന്നെ ഇന്ന് തന്നെ എത്തേണ്ടതുണ്ട്, ഇന്ന് തന്നെ അവർക്ക് സർവീസ് നടത്തേണ്ടതുണ്ട്. അതിനൊക്കെ തന്നെ യാതൊരുവിധ കാര്യങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്ന് അവർക്ക് വിവരം ലഭ്യമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവർ നൽകിയ പണം തിരികെ നൽകി മറ്റൊരു എയർലൈൻ അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ തന്നെ സർവീസ് പുനരാരംഭിക്കണം. എന്തായാലും അവർ പോകാൻ ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും യാത്ര നടക്കില്ല, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്, അത് അവർ കാര്യമാക്കുന്നില്ല. ഇന്ന് തന്നെ അവർക്ക് ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം എന്നൊരു കാര്യമാണ് യാത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിമാനത്താവളങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കുറച്ചുപേർ മാത്രമാണ് എന്താണ് യാത്രയെ സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അടുത്ത നടപടി എന്താണെന്ന് അറിയാൻ കഴിയാത്ത കുറച്ച് യാത്രക്കാരാണ് ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ ഉള്ളത്. അവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു മറുപടി ഈ കാര്യത്തിന് ലഭിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ ഇത്തരത്തിലൊരു പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മറുപടിയും ഈ ഒരു ഘട്ടത്തിലും ലഭ്യമായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മിന്നൽ പണിമുടക്കാണ്, തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്കാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ എയർ ഇന്ത്യ നടത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരമൊന്നും ഇതുവരെയും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോഴും പല ഇടങ്ങളിലും വിമാനത്താവളങ്ങളിലും തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലിബീഷ്. ശരി സൂര്യ, കണ്ണൂരിലേക്ക് ഒന്ന് പോകാം. കണ്ണൂരിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. അമൽ ചേരുന്നുണ്ട്. അമൽ, കണ്ണൂരിലും സമാനമായ സ്ഥിതിയാണുള്ളത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണമൊന്നും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് സൂര്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂരിലും യാത്രക്കാർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ലിബീഷ്, ഷാർജ, മസ്കറ്റ്, അബുദാബി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനങ്ങളായിരുന്നു റദ്ദാക്കിയത്. ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ നിലവിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടി നിലവിൽ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മിന്നൽ പണിമുടക്ക് നടത്തിയതെന്നതുമായുള്ള വിശദീകരണം നിലവിൽ അധികൃതർ നൽകുന്നില്ല. വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് നിലനിൽക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഈ യാത്രക്കാരുമായി ചർച്ച
നടത്തുകയും ചെയ്തിരുന്നു. ഏകദേശം 300ഓളം യാത്രക്കാരായിരുന്നു ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനു പകരം മറ്റ് സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ഇവരുടെ യാത്ര ഇനി മുന്നോട്ട് പോകുമോ, ഇത്തരം കാര്യങ്ങൾ വലിയ ആശങ്കയാണ് നിലവിൽ യാത്രക്കാർക്കുള്ളത്. ഇത് തന്നെയാണ് പ്രതിഷേധമായി മാറിയിരിക്കുന്നത്. നിലവിൽ പോലീസ് സംഘം ഈ യാത്രക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ പിന്നൽ പണിമുടക്കുള്ള കാരണം ഇപ്പോഴും നിലവിൽ അധികൃതർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. ലിബീഷ്. ശരി അമൽ, കണ്ണൂരിലും സമാനമായ സ്ഥിതിയാണുള്ളത്. യാതൊരു ഔദ്യോഗിക വിശദീകരണവും നൽകുന്നില്ല. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കെന്നുള്ള അനൗദ്യോഗിക വിവരമാണ് യാത്രക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നു. അശ്വതി, കൊച്ചിയിൽ ഏതൊക്കെ സർവീസുകളാണ് റദ്ദാക്കിയത്? യാത്രക്കാർ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണോ? ലിബീഷ്, കൊച്ചിയിൽ ഷാർജ, മസ്കറ്റ്, ബഹ്റിൻ, ദമാം വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 2:05-നുള്ള ഫ്ലൈറ്റ്, അതുപോലെ തന്നെ 8 മണി, 8:35, 8:55 ഈ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അതിന്റെ ഒരു പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. അതായത് പുലർച്ചെ 2:05-നുള്ള വിമാനം റദ്ദാക്കിയപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 8:35 സമയങ്ങളിൽ വിമാനത്തിന്റെ വിശദാംശങ്ങൾ, റദ്ദാക്കിയ കാര്യങ്ങൾ യാത്രക്കാരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് മിക്ക യാത്രക്കാരും എയർപോർട്ടിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ രാവിലെ എത്തിയിരുന്ന യാത്രക്കാരായിരുന്നു പ്രധാനമായും ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. എന്തായാലും യാത്രക്കാർക്ക് ബദൽ ഗതാഗതം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ചും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അതിന്റെ പ്രതിഷേധമുണ്ട്. പക്ഷെ മറ്റ് കണ്ണൂരിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ പൊതുവിൽ ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഉള്ളത്. മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാനാണ് ഇനിയുള്ള സാധ്യത. ലിബീഷ്. ശരി അശ്വതി, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ കൂട്ടപ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. ജീവനക്കാരുടെ പണിമുടക്കെന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണവും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വിവരങ്ങളാണ് വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്.